പിണറായി, തനിക്ക് മാധ്യമ പ്രവർത്തനത്തെ പറ്റി എന്താ അറിയണോ? മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് കൈരളി ടിവിയും ദേശാഭിമാനിയും അല്ലെങ്കിൽ റിപ്പോർട്ടർ ടിവിയും ന്യൂസ് മലയാളവും അല്ല കേട്ടോ. അതൊക്കെ മാമാപ്പടിയാണ്, അതൊക്കെ മാമാപ്പടിയാണ്. അതിന് മലയാളത്തിൽ പറയുന്ന വാക്ക് വേറെയാണ് കേട്ടോ. ഞാൻ പറയാം, കൂട്ടിക്കൊടുപ്പ്. അവർ ചെയ്യുന്നത് കൂട്ടിക്കൊടുപ്പ് പരിപാടിയാണ് കേട്ടോ. എന്താ സംശയം? എടോ, മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ക്ഷണിക്കാത്തിടത്തേക്ക് കയറി ചല്ലല് തന്നെയാണ്. പ്രവേശിക്കാൻ പറ്റാത്തിടത്തേക്ക് കയറി ചല്ലല് തന്നെയാണ്. വേഷം മാറി കടന്ന് ചെല്ലല് തന്നെയാണ്. എന്തിനെന്നറിയോ? സത്യം കണ്ടെത്താൻ ഏത് വളഞ്ഞ വഴിയിലൂടെയും ഏത് മുള്ളിലും മുരുക്കിലും അതിലൂടെ കയറി പോകുന്നവരാണെടോ യഥാർത്ഥ മാധ്യമ പ്രവർത്തകൻ. നിങ്ങളൊക്കെ മൂടി വലിച്ചെടുത്ത് അത് പൊതുമധ്യത്തിൽ പ്രദർശിപ്പിക്കുകയാണ് എന്നതാണോ മാധ്യമ പ്രവർത്തകരുടെ കടമ? അല്ലാതെ നിങ്ങളൊക്കെ എറിയുന്ന എല്ലിൻ കഷ്ണം നക്കിക്കൊണ്ട് പണിയെടുക്കുന്ന റിപ്പോർട്ടർ ചാനൽ, അല്ലെ, പണിയെടുക്കുന്ന കൈരളി ചാനൽ, അതല്ല. അത് മാധ്യമ പ്രവർത്തനമല്ല, അത് PR വർക്കാണ്, അത് പബ്ലിക് റിലേഷൻ വർക്കാണ്. പബ്ലിക് റിലേഷൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, പ്യൂബിക് റിലേഷൻ പറയുന്നില്ല കേട്ടോ, എന്റെ മാന്യത കൊണ്ട്. അതാണ് ഇവിടെ നടക്കുന്നത് പറയാണ്. മാധ്യമ പ്രവർത്തകർ അങ്ങനെ വരാൻ പാടില്ല. നിനക്ക് മാധ്യമ പ്രവർത്തനത്തെ പറ്റി എന്താ അറിയണോ? ഒളിക്യാമറ വെച്ച് പോലും കാര്യങ്ങൾ പകർത്താമെന്ന് പറഞ്ഞത് ആർക്ക്? മാധ്യമ പ്രവർത്തകർക്ക്. ഒരു സതുദ്ദേശത്തോടു കൂടി കള്ളത്തങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അഴിമതികൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒളിക്യാമറ പോലും ഉപയോഗിക്കാൻ പത്രമാധ്യമ പ്രവർത്തകർക്ക് അനുവാദം കൊടുത്ത നീതിപീഠം ഇവിടെ ഉണ്ടോ വിജയ? നീയല്ല നീതിപീഠം കേട്ടോ. ക്ഷണിക്കാത്തിടത്തേക്ക് കയറി ചെന്ന PP ദിവ്യയോട് പോയി പറയണോ. PP ദിവ്യ എന്ന് പറയുന്ന സഖാത്തി ഉണ്ടല്ലോ കണ്ണൂരിലെ, അവളോട് ചെന്ന് പറ, ക്ഷണിക്കാത്തിടത്തേക്ക് കയറി ചെന്ന് ഒരു പാവം ADM-നെ കൊലക്ക് കൊടുത്തത് അവളോടാണ് എന്ന് പറയേണ്ടത്, മാധ്യമ പ്രവർത്തകരോടല്ല കേട്ടോ. എന്തും പറയും. എന്താണ് ചക്രവർത്തിയോ നീയൊക്കെ താൽക്കാലിക പണിക്കാരനാടോ? നിർത്തി പോകാൻ പറഞ്ഞ പോണം, അത്രയുള്ളൂ. പിണറായിയെ ഡോ എന്ന് വിളിക്കാൻ പാടില്ല. ഒരുപാട് ആൾക്കാർ പറയും, എന്താ പിണറായി ഇങ്ങനെ ഡോ എന്ന് വിളിക്കാം? എഡോ എന്ന് വിളിക്കടോ. നമ്മളെക്കാൾ താന്നവനാണ് പിണറായി മാത്രമല്ല, ഇവിടുത്തെ എല്ലാ ഭരണവർഗങ്ങളും നമ്മളെക്കാൾ താന്നവരാണ്. ജനങ്ങളാണ് മുകളിൽ. ജനങ്ങൾ പറയുന്നത് കേട്ട് അവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട്, അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഭരിക്കാനല്ല പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ചും കൂടി പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പണിയെടുക്കാനാണ് ഇവരെയൊക്കെ എന്ത് ചെയ്യുന്നറിയോ? ഇവരെയൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. പണിയെടുത്തോളണം. ശരിക്കും നാവടക്കോ പണിയെടുക്കോ എന്ന് പണ്ട് ഇന്ദിരാഗാന്ധി പറഞ്ഞിരുന്നല്ലോ അടിയന്തരാവസ്ഥ കാലത്ത്. ഇപ്പൊ നമ്മൾ പറയേണ്ടത് അതാണ്. നമ്മൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ നാവടക്കണം, പണിയെടുക്കണം. നമ്മൾ പറഞ്ഞതനുസരിച്ച് പണിയെടുക്കണം. അത്രയുള്ളൂ. അപ്പൊ ഏതായാലും പിണറായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ എല്ലാ കള്ളത്തരങ്ങളും പൊളിയുകയാണ്, സമ്മതിക്കുകയാണ്. പിണറായി ഇതാ ആ മരത്തിൽ പിണറായിയുടെ കയ്യും കാലും കെട്ടിയിട്ടിരിക്കുന്നു കേരളീയ ജനത, കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ, കേരളത്തിന്റെ സോഷ്യൽ മീഡിയ. അങ്ങനെ തന്നെ പറയട്ടെ, സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും വെളിച്ചത്ത് വരില്ലായിരുന്നു കേട്ടോ. കിടന്ന് കരയാണ് പിണറായി, ലേലുവല്ലൂ എന്നെ അഴിച്ചു വിടില്ല പിണറായി, നീ അവിടെ തന്നെ കിടക്കും കേട്ടോ, അവിടെ തന്നെ കിടക്കും. അമ്മാതിരി കള്ളത്തരല്ലേ താൻ പറഞ്ഞത്? അമ്മാതിരി കള്ളത്തരം ആരെങ്കിലും പറയൂ? ചരിത്രത്തിൽ രേഖപ്പെടുത്തണം. ലോകത്തിന്നേവരെ ഒരു ഭരണാധികാരിയും പറഞ്ഞിട്ടില്ലാത്ത രീതിയിലുള്ള കള്ളത്തരങ്ങൾ പറഞ്ഞ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് ചരിത്രം രേഖപ്പെടുത്തും. ഇതാ, ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി മുമ്പ് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. CPM സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. അവർ ആവശ്യപ്പെട്ടപ്പോൾ വർഗീയവാദികളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കൂടിക്കാഴ്ച നടത്തിയത്. വീണിട്ടും തൈക്കുണ്ടിൽ വീണ പോലെ വീണിട്ടും കാല് പുറത്താണല്ലോ എന്ന് പറയുന്ന അധമനായ ഭരണാധികാരി അതിന്റെ കാഴ്ചയാണ് പറയാണ്. അവര് വർഗീയവാദികളാണെന്ന് ഞങ്ങൾക്കറിയാം. വർഗീയവാദികൾ എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ചർച്ച നടത്തിയത്. വർഗീയവാദികളാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അവരുടെ വോട്ട് വാങ്ങിയത്. പക്ഷെ കോൺഗ്രസ്സുകാർ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം പിണറായി പറയുന്നത് അറിയോ? കോൺഗ്രസ്സുകാർ മാന്യന്മാരാണ്, അവര് സംശുദ്ധരാണ്, അവര് മതേതരക്കാരാണ്, അവര് വാങ്ങാൻ പാടില്ല. ഞങ്ങൾക്ക് വാങ്ങാം. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ പിറകളാടോ. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ത് തോന്നിയാസം ചെയ്യും. ഞങ്ങൾ 51 വെട്ടുവെട്ടി കൊല്ലും, ഞങ്ങൾ കഴുത്ത് അരിഞ്ഞ് കൊല്ലും, ഞങ്ങൾ അവഹേളിച്ച് കൊല്ലും. ഇതൊക്കെ ചെയ്യുന്ന പാർട്ടി ഞങ്ങളാണ്. അപ്പൊ ഞങ്ങൾ എന്ത് തെണ്ടിത്തരം ചെയ്യും?
അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾ എന്ത് തെണ്ടിത്തരവും ചെയ്യും. തെണ്ടിത്തരം ചെയ്യാനുള്ള അവകാശം ആർക്കാണ്? ഞങ്ങൾക്ക് മാത്രമാണ്. വി ഡി സതീശ, നീ തെണ്ടിത്തരം ചെയ്യരുത് കേട്ടോ. കാരണം കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അഭിമാനമുള്ള സംഘടനയാണോ? പിണറായി വിജയൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് വി ഡി സതീശന്, കോൺഗ്രസ്സുകാർ അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. കോൺഗ്രസ്സുകാർ ചെയ്യരുത്. ഞങ്ങൾ ചെയ്യുന്നതൊക്കെ നിങ്ങൾ ഇങ്ങനെ കോപ്പി അടിച്ചാലിടോ. ഞങ്ങൾ തെണ്ടിത്തരം ചെയ്യൂ. ഞങ്ങൾ തെണ്ടിത്തരം, നാറിത്തരം, ചെറ്റത്തരം. ഞാൻ ഈ പറഞ്ഞൊന്നും പൊളിറ്റിക്കൽ കറക്റ്റ്നസും കൊണ്ട് ആരും വരണ്ട കേട്ടോ. അങ്ങനെ ആരും വരണ്ട. പറയുമ്പോ ഇങ്ങനെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ പറയുക. തെണ്ടിത്തരം, ചെറ്റത്തരം, നാറിത്തരം, അല്ലേ? അതൊക്കെ തന്നെയാണ്. ഇതിന്റെയൊക്കെ കുത്തകാവകാശാണ്. ഇതിന്റെയൊക്കെ കുത്തകാവകാശം, ഹോൾസെയിൽ കുത്തകാവകാശം CPM-നാണ്. അപ്പൊ ഇതാണ് പിണറായി. യഥാർത്ഥത്തിൽ ഇന്നത്തെ പത്രത്തിൽ എനിക്ക് മനസ്സിലായത്, പിണറായി പറയുകയാണ് ലോകം നാറികളുടെ കൂട്ടായ്മയാണ് CPM. ഞങ്ങൾക്ക് എല്ലാ വർഗീയവാദികളും, എല്ലാ മുള്ളുമുരിക്കും മൂർക്കം പാമ്പും ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. ഞങ്ങൾ അവരുടെയൊക്കെ വോട്ട് കൊണ്ടാണ് ജയിക്കുന്നത്. പിന്നെ കള്ളവോട്ടും ചെയ്യും. അതുകൊണ്ടാണല്ലോ SIR എതിർക്കുന്നത്. ഞങ്ങൾ കള്ളവോട്ടും ചെയ്യും. ഞങ്ങൾ സമൂഹത്തിലെ ഏറ്റവും അധമന്മാരുടെ വോട്ടുകൾ വാങ്ങും. പക്ഷേ കോൺഗ്രസ്സുകാർ അങ്ങനെ ചെയ്യരുത്. കാരണം എന്താണ്? നിങ്ങൾ ദേശീയവാദികളാണ്, നിങ്ങൾ ജനാധിപത്യ വിശ്വാസികളാണ്, നിങ്ങൾ സംശുദ്ധരാണ്, നിങ്ങൾ മതേതരക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ എനിക്ക് വി ഡി സതീശനോട് പറയാനുള്ളത്, മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഈ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും വെറുതെ എന്തിനാണ് ഈ മനുഷ്യനോട് കലഹിക്കാൻ പോകുന്നത്, വെറുതെ എന്തിനാണ് ഈ മനുഷ്യനോട് തർക്കിക്കാൻ പോകുന്നത്. അയാൾ സത്യമല്ലേ പറയുന്നത് എന്ന് അപ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ